ഇടുക്കി സ്വദേശി തട്ടിയെടുത്തത് 300 കോടി. കേരള സാർ 100% സാക്ഷരത സാർ മുണ്ടുപൊക്കി കാണിച്ച ആള് തന്നെയല്ലേ കേരളത്തിൽ ഇപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസ മന്ത്രി. കേരളത്തില് 100% സാക്ഷരത. പിന്നെന്ത് സ്ത്രീയും പുരുഷനും ഇടകലർന്ന് നിൽക്കരുത് കേരളത്തിൽ. ഏത് 2025 ജാനുവരി പറഞ്ഞത് ഇത് കേരളമാണ് 100% സാക്ഷരതയാണെന്നുള്ള രീതിയിൽ ഒരു പഞ്ചാബിയെ ട്രോൾ ചെയ്തുകൊണ്ട് മലയാളികളെല്ലാം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കിളി പറഞ്ഞ പെൺകൊച്ചിനോട് നിങ്ങൾക്ക് പൊളിറ്റിക്കൽ ഒപ്പീനിയൻ ഉണ്ടോ, നിങ്ങൾ വോട്ട് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ വോട്ടൊന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കമൻറ്റ് പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷേ വികാരം കയറി മലയാളികളെല്ലാം പോയിട്ട് വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്നുണ്ട്. അതൊക്കെ മലയാളികളുടെ ഇഷ്ടം. പക്ഷേ കേരളം എന്ന് പറയുന്ന നാട് ഇപ്പോൾ ഭയങ്കര സേഫാണോ? എന്ത് സേഫാണെന്ന് നിങ്ങൾ പറയുന്നത്? വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വാർത്ത ഓരോന്ന് പറഞ്ഞുതരാം. അവരുടെ പ്രോഗ്രാമിനോടോ ആ പ്രോഗ്രാമിൻ്റെ രീതികളോടോ ഒന്നും എനിക്ക് യോജിപ്പില്ല. അതിനകത്ത് അവർ പറഞ്ഞ ഭാഷകൾ, പല ഭാഷകളുണ്ട്. ആ ഭാഷകളൊക്കെ ഇപ്പോൾ ഭയങ്കര വൈറലായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പലരും കരഞ്ഞു മെഴുകിയൊക്കെ മാപ്പൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. എന്തായാലും അത് ആ വഴിക്ക് പോട്ടെ. പക്ഷെ മലയാളികൾ ഭയങ്കരമായിട്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാടിനെ പറ്റി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. നാടിനെ പറ്റിയൊന്നുമില്ല. വോട്ട് ചെയ്യുക എന്നുള്ളത് ഒരു പൗരൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഏത് വോട്ട് എന്ത് വോട്ടെന്നും പറഞ്ഞു ഒരു കൊച്ചു അവിടെ നിൽക്കുന്നത് കണ്ടു. എനിക്കിതിനെ കണ്ടിട്ട് എനിക്കും തോന്നി ഇതൊക്കെ നമ്മുടെ നാടിനെ പറയിപ്പിക്കാനാണല്ലോ അങ്ങോട്ടൊക്കെ ചേർന്നതെന്നൊക്കെ അഭിപ്രായം എനിക്കുണ്ട്. വോട്ടൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവകാശമാണ്. ഇതുപോലും എന്താണെന്നറിയാത്ത ആൾക്കാരെയൊക്കെ ട്രോൾ ചെയ്യാണ് പോയിരുന്നിരിക്കുന്ന ആ പരിപാടി അങ്ങനെയൊക്കെ പോട്ടെ. പക്ഷെ കേരളത്തിനെ പറ്റി പറയാൻ നേരം നമ്മുടെ മലയാളികളൊക്കെ കിടന്ന് ഭയങ്കര ബഹളം വെക്കുന്നുണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ചർച്ച ചെയ്യുന്നത് നന്നായിരിക്കും. നമ്മുടെ നാട് അത്രയൊക്കെ സുന്ദരമായിട്ടാണ് നിൽക്കുന്നത്, സ്വർഗ്ഗമാണോ എന്നൊക്കെ നമുക്കൊന്നറിയാമല്ലോ. പിന്നെ കുറേ ആൾക്കാരൊക്കെ പഞ്ചാബികളെ എല്ലാം കൂടെ എടുത്ത് ആക്ഷേപിക്കുന്നു. ഇപ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ഈ വിഷയത്തിൽ ആ പെൺകുട്ടിക്കാണ് മറുപടി കൊടുക്കേണ്ടത്, കേരളത്തിൽ അല്ല പറയേണ്ടത്. ഇപ്പോൾ മലയാളികൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ പഞ്ചാബിയുടെ പുള്ളിയുടെ പേരൊന്നും എനിക്കറിയത്തില്ല, പുള്ളിയുടെ പ്രൊഫൈലിൽ പോയിട്ട് അതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കി കഴിഞ്ഞാൽ പഞ്ചാബികളെ മുഴുവൻ ആൾക്കാർ മലയാളികൾ തെറിവിളിച്ചുകൊണ്ടിരിക്കുക. ഇനി കേരള സാർ 100% സാക്ഷരതാ സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് ഞാൻ ചില വാർത്തകളോട് പറഞ്ഞുതരാം. ഞാൻ കുറച്ച് ദിവസം മുമ്പ് കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നൊരു വാർത്തയാണ് പകുതി വിലയ്ക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത് വൻ തട്ടിപ്പ്. ഇടുക്കി സ്വദേശി തട്ടിയെടുത്തത് 300 കോടി. കേരള സാർ 100% സാക്ഷരതാ സാർ നമ്മുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയതാണ്. നമ്മുടെ MLA-മാരെയും മന്ത്രിമാരെ ഉൾപ്പെടെ പുള്ളിക്കാരൻ കമഴ്ത്തിയിട്ടുണ്ട്. എവിടെ? നമ്മുടെ കൊച്ചു കേരളത്തിലെ കാര്യമാണ് പറഞ്ഞത്. 300 കോടി രൂപ പകുതി വിലയ്ക്ക് സ്കൂട്ടർ തരാമെന്ന് പറഞ്ഞ് ആൾക്കാരെ പറ്റിച്ചിട്ട് പോയി. ഒരു പയ്യൻ 10-28 വയസ്സുള്ളൂ കേട്ടോ. കേരള സാർ 100% സാക്ഷരതാ സാർ എന്താ ഇപ്പോൾ ആർക്കും മിണ്ടാനില്ലേ? ഇനിയുണ്ട് വാർത്ത. ഇന്ന് കണ്ടൊരു വാർത്തയുണ്ട്, ഞാനത് പ്രത്യേകം ഒന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം. മാതൃഭൂമിയിലാണ് ആ വാർത്ത വന്നിരിക്കുന്നത്. ആ വാർത്ത എങ്ങനെയാണ് കണ്ടത്? കണ്ട ഈ വാർത്ത നിങ്ങൾ കണ്ടു കാണും അല്ലേ? ഇപ്പോൾ വാർത്ത ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് ഇവിടെ വെച്ചേക്കാം. ഞാൻ വട്ടം വരയ്ക്കാം, നിലവിളിച്ച് കരയുമ്പോഴും അട്ടഹസിച്ച് ക്രൂരത, കോട്ടയത്ത് റാഗിംഗ് ദൃശ്യം പുറത്ത് എന്നുള്ള രീതിയിലാണ് വാർത്ത വന്നത്. കേരള സാർ നമ്മുടെ സാക്ഷരതയെ പറ്റിയാണ് പറയുന്നത്, നമ്മുടെ കുട്ടിയുടെ വിദ്യാഭ്യാസത്തെ പറ്റിയാണ് പറയുന്നത്. ഇത് നാഷണൽ ന്യൂസ് ഇന്ന് ചർച്ചയ്ക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിൽ അരങ്ങേറിയ ക്രൂരമായ റാഗിങ്ങിന് നടക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ആ വിഷ്വൽസൊക്കെ നിങ്ങൾ കണ്ടു കാണും, ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല. ജൂനിയർ വിദ്യാർത്ഥിനിയെ കട്ടിൽ കെട്ടിയിട്ട് ദേഹമാസകലം ലോഷൻ പുരട്ടിയ ശേഷം ഡിവൈഡർ കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുന്നതാണ് ദൃശ്യങ്ങളുള്ളത്. വിദ്യാർത്ഥിയെ ക്രൂരമായി ഉപദ്രവിച്ച് സീനിയർ വിദ്യാർത്ഥികൾ ചിരിക്കുന്നതും ആനന്ദം കണ്ടെത്തുന്നതും ദൃശ്യങ്ങളിലുണ്ട്. റാഗിങ്ങിനിടെ സീനിയർ വിദ്യാർത്ഥികൾ തന്നെ പകർത്തിയ ദൃശ്യങ്ങളാണിത്. കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളായിരുന്നു ഒരു വെറ്റിനറി കോളേജിൽ കുറച്ച് രാഷ്ട്രീയക്കാരെല്ലാം കൂടെ ചേർന്നിട്ട് ഈ കുട്ടി നേതാക്കന്മാരുണ്ടല്ലോ, ഇവരെല്ലാം കൂടെ ചേർന്ന് ഒരു പയ്യൻ്റെ ജീവിതം ഇല്ലാതാക്കിയത്. വയനാട്ടിലല്ലേ പൂക്കോട് വെറ്റിനറി കോളേജിൽ വിദ്യാർത്ഥി കരഞ്ഞു നിലവിളിക്കുമ്പോൾ വായിലും കണ്ണിലും ലോഷൻ ഒഴിച്ചു നൽകുന്നതും ദൃശ്യങ്ങളിൽ കാണും. ഇതിനിടയിൽ കണ്ണ് എരിയുന്നുണ്ടെങ്കിൽ കണ്ണടച്ചോളാൻ സീനിയർ വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. ജൂനിയർ വിദ്യാർത്ഥികളെ സ്വകാര്യ ഭാഗത്ത് ഡംബൽസ് അടുക്കി വയ്ക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ഇതിന് പിന്നാലെയാണ് ഞാൻ വട്ടം വരയ്ക്കാം എന്ന് പറഞ്ഞ് പ്രതികളുള്ള ഒരാൾ ഡിവൈഡർ കൊണ്ട് വിദ്യാർത്ഥിയുടെ വയറിൽ കുത്തിപ്പരിക്കേൽപ്പിക്കുന്നത്, ഡിവൈഡർ ഉപയോഗിച്ച് വയറിൻ്റെ ഭാഗത്ത് മുറിവേൽപ്പിക്കുന്നതും മതിയേട്ടാ വേദനിക്കുന്നു എന്ന് ജൂനിയർ വിദ്യാർത്ഥി പറയുന്നത് ആ വിഷ്വൽസിനകത്ത് നമുക്ക് അവസാനം. കഴിഞ്ഞ ദിവസമാണ് ജൂനിയർ വിദ്യാർത്ഥികളായി ബന്ധപ്പെട്ടുള്ള കേസുണ്ടായത്. കുറേ ടീമിന് 10-22 വയസ്സിനകത്തുള്ള നമ്മുടെ കേരളത്തിൽ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ അറസ്റ്റിലായിട്ടുണ്ട്. കേരളമാണ് സാർ, എന്താ ഇപ്പോൾ ആർക്കൊന്നും മിണ്ടാനില്ലേ? നമ്മുടെ കേരളത്തിലെ വാർത്ത ഇപ്പോൾ നാഷണൽ മീഡിയ എടുത്ത് അലക്കുന്നുണ്ട്. എന്തേ ഇപ്പോൾ ആർക്കൊന്നും മിണ്ടാനില്ലേ? ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി ആദ്യമേ പറ. അതല്ലാതെ ഒരു വെളിവില്ലാത്തൊരു പെൺകൊച്ചു പോയിട്ട് ഞാൻ വോട്ട് ചെയ്യത്തില്ല എന്നൊക്കെ ഗോഷ്ട് കാണിച്ചുകൊണ്ട് ഡയലോഗ് അടിക്കുന്നുണ്ട് അവിടെ നിന്നിട്ട്. ഇതെല്ലാം ഒരു വേവലെന്തുള്ള ടീംസാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്. ആ പെൺകൊച്ച് കേരളത്തിൽ നിന്നാന്ന് പറയാൻ നേരത്തെ ഞാൻ തന്നെ വിചാരിച്ചത് ഇതൊക്കെ അത്രയുള്ള അവിടെ നടന്നത്. ഇതൊക്കെ ഇതിപ്പോൾ ഇതൊക്കെ കേരളത്തിൽ നടക്കുന്നതാണ്. 300 കോടി അടിച്ചു മാറ്റിക്കൊണ്ടുപോയി മലയാളികളെ. കോളേജിൽ പഠിക്കാൻ പോയ അമ്മമാർ
18 വയസ്സുള്ള പയ്യനെ ചെയ്ത ക്രൂരതയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരള സാർ എന്താ ഇപ്പോൾ ഒന്നും ആർക്കും മിണ്ടാനില്ലേ? ഇനി വേറൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഇത് മാതൃഭൂമി ന്യൂസ് തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് കേട്ടോ. അത് നിങ്ങൾ കണ്ടിത് കണ്ടോ? ഇത് സംഭവം എന്ന് വെച്ചാൽ സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്ന വ്യായാമം നടത്തരുത് കാന്തപുരം ഭാഗം. ഇപ്പം നമ്മുടെ നാട്ടിലൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്, മെക്സാൻ എന്നുണ്ട് അതിൻ്റെ പരിപാടി. ഒരു വ്യായാമ കൂട്ടായ്മയാണ്, ഇവരെല്ലാം കൂടെ വ്യായാമം ചെയ്യും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു മത പണ്ഡിതൻ പറഞ്ഞാണ്, സ്ത്രീയും പുരുഷനും പബ്ലിക് സ്ഥലങ്ങളിൽ നിന്നിട്ട് ഇടകലർന്ന് നിന്നിട്ട് എന്ത് ചെയ്യരുത്, വ്യായാമം ചെയ്യരുത്. കേരള സാർ എന്തേ ആർക്കും ഒന്നും പറയാനില്ലേ? കേരള സാർ 100% സാക്ഷരതാ സാർ, ഇതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഈ പറയുന്ന അഭിപ്രായം ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേജ് ഫോളോ ചെയ്തിടുക കേട്ടോ. അടുത്തത് വേറൊരെണ്ണം, നമ്മുടെ നാട്ടിൽ നടന്ന വേറൊരു സംഭവമാണ്. അച്ഛനെ സ്ലാബിട്ട് മൂടി സമാധിയായി എന്ന പോസ്റ്റർ പതിച്ചു മക്കൾ എന്നുള്ള രീതിയിലൊരു വാർത്ത. ഇത് നമ്മൾ കേരളത്തിൽ ചർച്ച ചെയ്തതാണ്. ഒരു അമ്മച്ചി അവിടെ കിടന്ന് കരയുന്നതും ഇത് മോനെ ഇതിൻ്റെ പവർ പോവില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇതും കേരളത്തിലാണ് നടന്നത്. ഇപ്പോൾ ഒരാൾ മരിക്കുന്നു, സമാധിയാണെങ്കിൽ ഓക്കെ, നിങ്ങളുടെ വിശ്വാസപ്രകാരം സമാധി ഓക്കെ. പക്ഷെ എന്നാലും ഗവൺമെൻറ്റിനെ അറിയിക്കാതെ സ്ലാബിട്ട് മൂടുന്ന പരിപാടിയൊക്കെ കാണിച്ചിട്ട് അത് വിശ്വാസമാണ്, ഹിന്ദു വികാരത്തെ വ്രണപ്പെടുത്തുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ കിടന്ന് കുറേ എണ്ണം കരയുന്നു കണ്ടു. കേരള സാർ 100% സാക്ഷരതാ സാർ എന്താ ഇപ്പം ആർക്കൊന്നും മിണ്ടാനില്ല. പോട്ടെ, ഇനി നിങ്ങൾ ജസ്റ്റ് ഈ കേരളത്തെ പറ്റി വലിയ ഡയലോഗ് അടിക്കുന്ന നമ്മളൊക്കെ പോയിട്ട് ജസ്റ്റ് ഗൂഗിളിൽ കയറിയിട്ട് നമ്മുടെ മിനിസ്റ്ററുണ്ട് ശിവൻകുട്ടി മിനിസ്റ്ററിന് നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം. പുള്ളിക്കാരനെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാൻ നേരത്ത് പുള്ളിക്കാരൻ നിയമസഭയിൽ എന്താ ചെയ്യുന്നതെന്നറിയോ? നിയമസഭയിൽ ഇങ്ങനെ നിൽക്കുന്ന വിഷ്വൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് നിയമസഭ തന്നെ തല്ലിപ്പൊളിച്ച് മുണ്ടൊക്കെ മടക്കി കുത്തി നിൽക്കുന്ന ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടല്ലോ, നിലവിലത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പഴയ പരിപാടി നമുക്ക് കാണാം. കേരള സാർ, കേരളത്തിൻ്റെ നിയമസഭയാണ് സാർ, 100% സാക്ഷരതയാണ് സാർ, ഇങ്ങനെയുള്ള ടീമൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഇരിക്കുന്നത്. ആൾക്കാരെ പകുതി പൈസയ്ക്ക് വണ്ടി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിച്ചുകൊണ്ട് പോവുക. കോളേജിൽ പഠിക്കാൻ പോകുന്നവന്മാർ വൃത്തികേട് കാണിക്കുക. ഇത് നാഷണൽ ന്യൂസിനകത്ത് വരുന്നു. എന്തിനേയും നമ്മുടെ നിലവിലെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടി ലോകത്ത് അറിയപ്പെടുന്നത് തന്നെ നിയമസഭ തല്ലിപ്പൊളിച്ച് മുണ്ട് പോക്കി കാണിച്ച വ്യക്തി എന്നുള്ള രീതിയിലാണ്. അപ്പോഴാണ് ഇവിടെ നിന്ന് മലയാളികൾ വോട്ട് എന്താണ്, എലക്ഷൻ എന്താണ് എന്ന് ബോധമില്ലാത്തൊരു പെൺകുട്ടിയെ അവർ ട്രോൾ ചെയ്തു. ശരിയാണ്, ട്രോൾ ചെയ്തു. അതിനകത്ത് കേരളത്തെ പറഞ്ഞു എന്നുള്ള പേരിൽ ഇവിടെ കിടന്ന് പൊട്ടിക്കുകയാണ് ബഹളം. നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ ന്യൂ ഇയർ കഴിഞ്ഞിട്ട് എന്തൊക്കെ ബഹളമാണെന്നറിയാം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 2 പെൺകുട്ടികൾക്ക് അച്ഛനില്ലാതാണ് നമ്മൾ കണ്ടത്. താമരാക്ഷനോ ചെന്താമരയോ പോലീസിൽ പരാതി കൊടുത്തിട്ട് എന്ത് നടപടി എടുത്തു? ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ ഒരു പെൺകുട്ടി പോലീസുകാരെ ആക്രമിക്കുന്ന കണ്ടു, ഗ്ലാസ്സൊക്കെ തല്ലിപ്പൊളിക്കുന്നു പോലീസിൻ്റെ വണ്ടിയുടെ. കേരള സാർ 100% സാക്ഷരതാ സാർ, എന്ത് ഇവിടെ ചുമ്മാ കിടന്ന് തള്ളുകയാണെന്ന് ഇവിടെ ആൾക്കാർ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളെ ആദ്യം അഡ്രസ്സ് ചെയ്യും, എന്നിട്ടല്ലേ കണ്ട പഞ്ചാബി അവിടെ ഇരുന്ന് ഡയലോഗ് അടിച്ചു എന്നും ഇപ്പം വികാരം കീറുകയാണ്. ഏത് കൊല്ലത്ത് പപ്പടമില്ലെന്നും പറഞ്ഞ് അടിയുണ്ടായി, കൊല്ലക്കാരെല്ലാം അങ്ങനെയാണ്, കോഴിക്കാടുകാർ മറ്റവന്മാരാണ് എന്ന ഡയലോഗ് അടിക്കുന്ന മലയാളികൾ തന്നെയാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. വികാരമാണ്, ഭയങ്കര വികാരമാണ്. ഒരു കാര്യമില്ല, കേരളത്തിൽ സാക്ഷരതയൊക്കെ ഉണ്ട്. ഇപ്പം ഈ സാക്ഷരത കൊണ്ട് ലോകത്തിന് മുന്നിൽ അല്ലെങ്കിൽ രാജ്യത്തിന് മുന്നിൽ നമ്മൾ മുന്നിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. ആ കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ ഇപ്പം അങ്ങനെയൊക്കെ തന്നെയാണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ലഹരി കേസുകൾ, പോലീസുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ്, ഇവിടെ പബ്ലിക്കായിട്ട് രാത്രി മനുഷ്യന് ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. അവന്മാർ അത് ഇതൊക്കെ അടിച്ചിട്ട് റോഡിൽ ഇറങ്ങി നടക്കുകയാണ്. ഇതുപോലെ കുറേ ടീമൊക്കെ. സെക്യൂരിറ്റി എന്ന് പറഞ്ഞ സാധനമുണ്ട്. പോലീസുകാർക്ക് തന്നെ ഇന്നലെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, പോലീസുകാർക്ക് തന്നെ രക്ഷയില്ല നമ്മുടെ നാട്ടിൽ. ഇന്നലെ നോക്കിയാൽ നേരത്തെ ഏതൊരു ബാറിൽ കുറേ ആൾക്കാർ വാളും അഴുതുമൊക്കെ ആയിട്ട് വന്ന് അടിച്ചു പൊട്ടിക്കുന്നുണ്ട്. എവിടെ? കേരളത്തിലാണ് സാർ ഞാനീ പറയുന്നത്. കേരളത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്, എല്ലാ കേരളത്തിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഇതിനകത്ത് ആദ്യത്തെ ഒരു കാര്യം, ആ പരിപാടിയോട് ഞാൻ യോജിക്കുന്നില്ല, കേരളത്തെ മുഴുവനായിട്ട് പറഞ്ഞതിനകത്തും യോജിക്കുന്നില്ല. പക്ഷേ കേരളത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതൊക്കെ തന്നെയാണ്. കേരളത്തിൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെയല്ലേ? ഞാനിപ്പോൾ പറയുന്നു പകുതി വിലയ്ക്ക് വണ്ടി തരാം എന്ന് പറഞ്ഞാൽ ഞാനിപ്പം പറഞ്ഞാലും നിങ്ങൾ വന്നിട്ട് ഇതിനകത്ത് വീഴും, എനിക്ക് പൈസ തരും, കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്താനും പറ്റും. പിന്നെ എഴുതി കൂത്തി കുറേ പഠിച്ചെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ? ഒന്നുമില്ല. മുണ്ടുപൊക്കി കാണിച്ച ആൾ തന്നെയല്ലേ കേരളത്തിൽ ഇപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസ മന്ത്രി. കേരളത്തിൽ 100% സാക്ഷരത. പിന്നെന്ത്? സ്ത്രീയും പുരുഷനും ഇടകലർന്ന് നിൽക്കരുത് കേരളത്തിൽ. ഏത് 2025 ജാനുവരി പറഞ്ഞതാണ്. ഈ കേരളത്തിൽ പറഞ്ഞ ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിനെ ന്യായീകരിക്കുന്ന ആൾക്കാരൊക്കെ വന്നിട്ട് ഭയങ്കര വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. അതുപോലെ സമാധി കേസ്, സ്വന്തം അച്ഛൻ മരിച്ചപ്പോൾ ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ് മേടിക്കാതെ ഒരു മോൻ
കോൺക്രീറ്റ് കെട്ടി അങ്ങ് അടച്ച് അവിടെ പോയിട്ട് ഹിന്ദു വികാരമെന്നും പറഞ്ഞ് കുറേ എണ്ണമൊക്കെ ബഹളം വെക്കുന്നുണ്ട്. എന്തായാലും ഒരു പെങ്കൊച്ചിനോട് വോട്ട് ചെയ്യുമ്പോൾ വോട്ട് ചെയ്തെന്ന് അറിയാത്ത ടീമൊക്കെ നിൽക്കുകയാണ്. അപ്പോഴാണ് അവരങ്ങനെ ഡയലോഗ് അടിച്ചത്. എന്നാൽ കേരളത്തിലുള്ള ആൾക്കാരുടെ വികാരം കണ്ടാൽ തോന്നും ഭയങ്കര സുന്ദരമായിട്ട് നമ്മളിവിടെ ജീവിക്കുന്നതെന്ന്. ആദ്യമായിട്ട് പേജ് കാണുന്ന